Application of Maxwell relationship. Maxwell relationship in applications എന്താന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ക്ലോഷ്യസ്-കാപ്രിയോൺ ഇക്വേഷൻ ആണ്. ക്ലോഷ്യസ്-കാപ്രിയോൺ ഇക്വേഷൻ നമുക്ക് മാക്സ്വെല്ലിന്റെ റിലേഷൻസ് എഴുതാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. തേർഡ് റിലേഷൻ പ്രകാരം ഡോ എസ് ബൈ ഡോ വി ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി ആണ്. സോ ഡോ പി ബൈ ഡോ ടി നമ്മള് ഒരു സൈഡിലേക്ക് വെക്കാം. ഡി എസിനെ ഡോ ക്യൂ ബൈ ടി ആക്കി എഴുതാൻ പറ്റും. സോ ഈ ഡോ ക്യൂ എന്ന് പറഞ്ഞാല് യൂണിറ്റ് മാസിന് എൽ ആണ്. ഡോ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V2 മൈനസ് V1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ക്ലോഷ്യസ്-കാപ്രിയോൺ ഇക്വേഷൻ കിട്ടും. ലാറ്റന്റിറ്റി ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനിലാണ് സാധാരണഗതിയിൽ വരുന്നതെന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട്. സോ മാക്സ്വെല്ലിന്റെ റിലേഷൻ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ക്ലോഷ്യസ്-കാപ്രിയോൺ ഇക്വേഷൻ എഴുതാൻ പറ്റും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് TDS ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. TDS ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയും ടെമ്പറേച്ചറും അതുപോലെ സ്പെസിഫിക് ഹീറ്റും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? TDS ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് TDS ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യാന് എസിനെ എൻട്രോപ്പിനെ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വി എടുക്കാം. രണ്ടാമത്തെ കേസിൽ ടിയും പിയും ആണ് എടുക്കുന്നത്. സെക്കൻഡ് TDS എഴുതാൻ, ആദ്യത്തെ TDS എഴുതാൻ ടിയും വിയും എടുക്കാം. അപ്പോ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡോ എസ് ബൈ ഡോ ടി ഇൻറ്റു ഡി ടി വരും, ഡോ എസ് ബൈ ഡോ വി ഇൻറ്റു ഡി വി വരും. ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേപോലെ തന്നെയാണ് അടുത്ത കേസിലും ചെയ്യേണ്ടത്. അപ്പൊ നല്ല ശ്രദ്ധിക്കുക. സോ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു ക്വാണ്ടിറ്റി ഡി ക്യൂ ബൈ ഡി ടി ആണ്. അപ്പൊ സി ബി ആക്കി എഴുതി. ഈ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ ഡോ എസ് ബൈ ഡോ വി ഉണ്ടായിരുന്നില്ലേ, അത് ഡോ പി ബൈ ഡോ ടി ആയിട്ട് എഴുതാം. ഡോ പി ബൈ ഡോ ടി ഇൻറ്റു ഡി വി ആക്കിയിട്ട് എഴുതാം. സോ ഫസ്റ്റ് TDS ഇക്വേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി സെക്കൻഡ് TDS ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടിനി പിനി ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ എസ് ബൈ ഡോ ടി ഡി ടി, ഡോ എസ് ബൈ ഡോ പി ഡി പി. ഇവിടെ പി ആണെങ്കിൽ ടി കോൺസ്റ്റന്റ്, ഇവിടെ ടി ആണെങ്കിൽ പി കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി ടി ഓൺ പി ആണ്. സോ ഇതിനെന്ത് ചെയ്യാം? സി പി ആയിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാക്സ്വെല്ലിന്റെ ഫോർത്ത് റിലേഷൻ യൂസ് ചെയ്യുക, മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ ടി ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ദ സെക്കൻഡ് TDS ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നോക്കാം, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് എനർജി വിത്ത് വോളിയം, അതായത് ഡോ യു ബൈ ഡോ വി അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പോവാണ്. അത് മൂന്ന് കേസിൽ കണ്ടുപിടിക്കാണ്ട്, അതായത് റിയൽ ഗ്യാസിന്റെ കേസിൽ, പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിൽ, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിന്റെ കേസിൽ കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഡോ യു ബൈ ഡോ വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം, ഡി ക്യൂ മൈനസ് പി ഡി വി അറിയാം. ഡി ക്യൂടെ TDS ആയിട്ട് എഴുതാൻ പറ്റും. TDSന് നമുക്ക് ഫസ്റ്റ് TDS ഇക്വേഷൻ വെച്ചിട്ട് സി വി ഡി ടി പ്ലസ് ടി ഡോ പി ബൈ ഡോ ടി ഡി വി എഴുതാൻ പറ്റും. മേയേഴ്സ് റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് ടിയും വിയും ആയിരുന്നു അല്ലെ, ടിന്റെയും വിന്റെയും ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ദിസ് ക്വാണ്ടിറ്റി ഈസ് ആക്ച്വലി സി വി, ദിസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വരും? ഡോ യു ബൈ ഡോ വി ആയിട്ട് കിട്ടും. അപ്പൊ ഡോ യു ബൈ ഡോ വി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി മൈനസ് പി ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്തിന്റെ കേസിലേക്ക് എടുക്കേണ്ടത്? പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിൽ എടുക്കുക. പെർഫെക്റ്റ് ഗ്യാസിൽ പി വി ഇക്വൽ ടു ആർ ടി ആണ്. അപ്പൊ ഡോ പി ബൈ ഡോ ടി കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ പി ബൈ ഡോ ടി കണ്ടുപിടിക്കുമ്പോൾ ആർ ബൈ വി കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയിട്ട് കിട്ടും. സോ ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് എനർജി വിത്ത് വോളിയം എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് എന്ത് കേസ് എന്ന് പറയുന്നത് റിയൽ ഗ്യാസിന്റെ കേസാണ്. റിയൽ ഗ്യാസിന്റെ കേസിൽ വാണ്ടർവാൾസ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പി ഇത് എയും ബിയും കോൺസ്റ്റൻസ് ആണ്. പി പ്ലസ് എ ബൈ വി സ്ക്വയർ വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി. ഇതിൽ നമ്മൾ ഡോ പി ബൈ ഡോ ടി കണ്ടുപിടിക്കുക. അപ്പൊ ആർ ബൈ വി മൈനസ് ബി വരും. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ബൈ വി സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഡോ യു ബൈ ഡോ വി കിട്ടുക. ഇനി ഇതിൽ നമ്മളിത് കോൺസ്റ്റന്റ് ആണ്, വിയിൽ മാത്രം ഡിപ്പെൻഡൻസ് ഉള്ളൂ. അപ്പൊ യു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യു കണ്ടുപിടിക്കണമെങ്കിൽ ഡി യു എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി യു എന്ന് പറഞ്ഞാൽ സി വി ഡി ടി. ഈ ഒരു ക്വാണ്ടിറ്റി ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡി വി ആയിരുന്നില്ലേ, അപ്പൊ ഡോ യു ബൈ ഡോ വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സി വി ഡി ടി ഡോ യു ബൈ എ ബൈ വി സ്ക്വയർ ഡി വി കിട്ടും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ റിയൽ ഗ്യാസിന്റെ കേസ് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ സി വി ഡി ടി മൈനസ് എ ബൈ വി പ്ലസ് കോൺസ്റ്റന്റ് ആക്കി ചെയ്താൽ മതി റിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ. ഇനി അടുത്ത സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസിൽ ഡോ പി ബൈ ഡോ ടി കണ്ടുപിടിച്ചോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടിയും വിയും എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
ഡോ പി ബൈ ഡോ ടി ഡി ടി ഡോ പി ബൈ ഡോ വി ഡി ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസോബാറിക് കണ്ടീഷൻ 0 ആണെന്ന് കൊടുക്കുക. അപ്പൊ ഡോ പി ബൈ ഡോ ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക, ഡി ടിയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനെ 3 മില്യൺ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വെച്ചാല് ഇതിന് അതൊരു വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും, ബൾക്ക് മോഡുലസ് ആയിട്ട് മാറും. ഈ ഒരു ക്വാണ്ടിറ്റി വോളിയം ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആയിട്ട് മാറും. അപ്പൊ സോളിഡ്സിന്റെ കേസിൽ ഈ ഒരു 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ടി ഇൻറ്റു ഇ ഇൻറ്റു ഗാമ മൈനസ് പി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡോ യു ബൈ ഡോ വി കിട്ടും. ഒന്നുകൂടി ഞാൻ പറയാം, ഈ ഒരു കേഷൻ നോക്കാം. ഇതിൽ ഡോ പി ബൈ ഡോ ടി കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ പിനെ എന്തിന്റെ ഫംഗ്ഷൻ ആക്കി ചെയ്താൽ ടിന്റെയും പിന്റെയും ഫംഗ്ഷൻ ആയിട്ട് ചെയ്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡി പി 0 ആയിട്ട് കൊടുക്കുക ഐസോബാറിക് പ്രോസസ് ആകുമ്പോൾ. എന്നിട്ട് ഇതിനെ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ നെഗറ്റീവ് വരും, ഡി ടിനോട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വിനോട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റിനെ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ ഇവിടെ ഡിവൈഡ് ചെയ്യണ്ടേ, അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വി കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇൻറ്റു ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബൾക്ക് മോഡുലസ് ആയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇതിനെ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഡോ യു ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഈ ടി ഇൻറ്റു ഇ ഗാമ മൈനസ് പി എന്നാണ് അതിന്റെ ഇക്വേഷൻ വരിക.